ഹായ്. അപ്പോൾ നിങ്ങളുടെ വാഹനം ഏതും ആയിക്കോട്ടെ, അതിപ്പോൾ പെട്രോളായാലും ഡീസലായാലും വണ്ടി ഏതും ആയിക്കോട്ടെ, അതിനകത്ത് ഇപ്പോൾ നമ്മുടെ വാഹനത്തിലെ ഫ്യൂവൽ ലോ ഫ്യൂവൽ, അതായത് ഇപ്പോൾ ഫ്യൂവൽ ഞാൻ കാണിച്ചു തരാം. അത് ലോ ഫ്യൂവൽ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് വാഹനം അത് ഒരുപാട് ദൂരം ഓടിക്കരുത്. അത്യാവശ്യം ഒന്ന് പമ്പിൽ വരെ എത്താനാക്കി ഉപയോഗിക്കാവുള്ളൂ. അതിൽ കൂടുതൽ ഉപയോഗിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അതിൻ്റെ പമ്പിനൊക്കെ ഭയങ്കര വില. പമ്പ് ടാങ്കിൽ കിടക്കണം. പമ്പിന് ഭയങ്കര നല്ല വിലയൊക്കെ ഉള്ള ഇതാണ് പമ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരുപാട് ദൂരം നമ്മൾ ഓടിച്ച് ആ പമ്പ് കളയരുത്. അത് പമ്പ് ഫ്യൂവലിൽ മുങ്ങി കിടക്കണം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. ഇത് കമ്പനി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ലോ ഫ്യൂവലിൻ്റെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ലോങ് ഓടിക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്ത് ആദ്യം കണ്ട പമ്പിൽ കയറ്റി നിങ്ങൾ ഫ്യൂൽ അടിക്കുക. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം ലോ ഫ്യൂവൽ എങ്ങനെയാണ് വന്നതെന്ന് നോക്കിയാണ് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇപ്പോൾ ഈ വണ്ടിക്കകത്ത് ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഫ്യൂവലിൻ്റെ ഇവിടെ ലൈറ്റ് ഇൻഡിക്കേഷൻ കത്തി കിടക്കണ്ടോ, ഇത് ലോ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ. ഇതുപോലെ തന്നെ ഇതിനകത്ത് ഈ മീറ്ററിൻ്റെ അകത്ത് ഇത് ഫ്യൂവലിൻ്റെ തന്നെ ഇൻഡിക്കേഷനാണ് ഈ കാണുന്നത്. ഇതുണ്ട് അവിടെ ഒരു കട്ടയേ ഉള്ളൂ, ഒരു കട്ട. ഇത് ലോ ഫ്യൂവലിൻ്റെ ലൈറ്റാണ്. ഇത് ഫുള്ള് കാണിക്കുന്നത്. ഇവിടെ ഫുള്ള് കണ്ടോ, ഇവിടെ ഫുള്ള് കാണിക്കും. ഇത് ഇവിടെ അവിടെ ലാസ്റ്റ് കട്ടയാണ്, അത് ഒരു കട്ടയാണ്. ആ ഒരു കട്ടയും ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ വരും. അതിന് മുമ്പ് തന്നെ ഇത് റിസർവ് ആവണമാണ് സംഭവം. ഈ ലൈറ്റ് വരുന്നത്, ഈ ലൈറ്റ് വരുമ്പോൾ തന്നെ അതിപ്പോൾ ഇതൊരു വാഗണാറാണ്, വാഗണാർ കെ സീരീസാണ്. ഈ വാഗണാറിൻ്റെ സ്റ്റീരിയോയിൽ തന്നെ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്യൂവൽ എന്നും പറഞ്ഞ ഇത് കാണിക്കുന്നത്. ഈ സിഗ്നലും വന്നു അവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പമ്പിന് നല്ല വിലയുണ്ട്. ഒരു 15 രൂപ, 20, 25 രൂപ അങ്ങനെ മേളിലേക്ക്. കാരണം പല വാഹനത്തിൽ പല വിലയാണ്. അപ്പോൾ അത് ചിലതിൻ്റെ ഫ്യൂവലിന് ഫ്ലോട്ട് യൂണിറ്റോട് കൂടി പറഞ്ഞത്, അത് പറഞ്ഞത് അത് അങ്ങനെ നല്ല വിലയാണ് അതിന്. ചിലത് പമ്പ് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒക്കെയാണ്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല വിലയുണ്ട് ഈ സാധനങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഫ്യൂവൽ ലോ ഫ്യൂവലായിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കരുത്. ഓടിച്ച ഈ സാധനത്തിന് ഈ പമ്പ് പോവും. അതുപോലെ ആ പമ്പ് ഫ്യൂവലിൽ മുങ്ങി കിടക്കണമെന്നുള്ളതാണ്. അതങ്ങനെ മുങ്ങി കിടക്കാതിരുന്ന് കഴിഞ്ഞാൽ വലിച്ച് ആ സാധനം പമ്പ് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും വിലയുള്ള സാധനം നിങ്ങൾ ഒരു കാരണവശാലും കളയാൻ നോക്കരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതുപോലെ ലോ ഫ്യൂവൽ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇന്ധനം നിറയ്ക്കുക. ഡീസലാണ് പെട്രോളും ഡീസലും ഇന്ധനം നിറയ്ക്കുക. ഓക്കെ, ലോ അങ്ങനെ ഓടിക്കരുത്. ഓക്കെ, അപ്പോൾ നല്ല വീഡിയോ വീണ്ടും വരുന്നതിലെത്തിക്കും. ഓക്കെ, ബൈ.